നമസ്കാരം. ഈ ട്രാവൽ ആൻഡ് ബീറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര സമുദ്രവും പാറകളും കൂടി സംഗമിക്കുന്ന ഒരിടത്തേക്കാണ്. ഇത് അയർലൻഡിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഒരു പ്രധാന ഇടമാണ്. മാത്രമല്ല ആളൊരു വേൾഡ് ഫേമസ് സിനിമാ നടൻ കൂടിയാണ്. ഏകദേശം 7ഓളം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. അടുത്ത കോൾ ഷീറ്റിനായി കാത്തിരിക്കുന്നു. ഇത്രയും ബിൽറ്റപ്പ് കൊടുത്തത് അയർലൻഡിലെ ക്ലിഫ്സ് ഓഫ് മൊഹർ എന്ന നാച്ചുറൽ അട്രാക്ഷനെ പറ്റിയാണ്. 14 ഏക്കറുള്ള സ്പെഷ്യൽ പ്രൊട്ടക്റ്റഡ് ഭൂപ്രകൃതിയിൽ 702 അടി ഉയരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കുത്തനെയുള്ള പാറകൾ. മുകൾ ഭാഗത്ത് മഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മേഘങ്ങൾ കൊണ്ടോ പലപ്പോഴും തലപ്പാവ് ഉണ്ടാകാറുണ്ട്. കീഴെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഓളങ്ങളാൽ തലോടപ്പെട്ട് ഒത്തൊരു ആനയുടെ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു കൂട്ടം കൊമ്പൻ പാറകൾ. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലെ ക്ലെയർ കൗണ്ടിയിലെ ബർറൻ മേഖലയുടെ തെക്കു പടിഞ്ഞാറൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കുത്തനെയുള്ള കിഴക്കൻ തൂക്കായ കടൽപ്പാറകളാണ് ക്ലിഫ്സ് ഓഫ് മൊഹർ. ലിസ്റ്റ് കോർണറിന് കുറച്ച് തെക്ക് ഭാഗത്ത് നിന്നും ആരംഭിച്ച് 8 കിലോമീറ്ററോളം നീണ്ട് ഡൂലിനടുത്തുള്ള ഫിഷേഴ്സ് സ്ട്രീറ്റിൽ അവസാനിക്കുന്ന കുത്തനെയുള്ള പാറകൾ. പാറക്കെട്ടുകളുടെ അടിഭാഗം ഏറ്റവും പഴക്കമുള്ള പാറകൾ കൊണ്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മുകളിലേക്ക് നീങ്ങുമ്പോൾ ക്ലിഫ് രൂപപ്പെട്ടിട്ടുള്ള പ്രകൃതിദത്ത വസ്തുക്കളുടെ പാളികളുടെ പ്രായം കുറയും. ഇത് ഓരോ പാളിയിലും വ്യത്യസ്തമായ നിറങ്ങൾക്ക് കാരണമാകുന്നു. ആയിരക്കണക്കിന് വർഷത്തെ തീരത്തുള്ള മണ്ണൊലിപ്പിന്റെ ഫലമായി രൂപപ്പെട്ട ചില കടൽ സ്റ്റോക്കുകളും ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. മൊഹറിന്റെ പാറക്കെട്ടുകളിലേക്ക് നോക്കുമ്പോൾ പാറകളുടെയോ പാളികളുടെയോ ഓരോ സമാന്തര പാളികൾ നിങ്ങൾക്ക് കാണാം. ഈ പാളികൾ വ്യത്യസ്ത കനവും ഘടനയുമുള്ള പാറകളുടെ ബാൻഡുകളാണ്. വിദൂര പർവ്വതങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ വലിയ നദികൾ കടലിലേക്ക് കൊണ്ടുപോകുന്ന ചെളി, മണൽ എന്നിവയാണ് പാളികളായി മാറുന്നത്. ക്ലിഫ്സിന്റെ വടക്ക് ഭാഗത്താണ് ഈ പാറക്കെട്ടുകളുടെ ഉയരം ഏറ്റവും അധികമാകുന്നത്. അവിടെയാണ് ബ്രയാൻസ് ടവർ സ്ഥിതി ചെയ്യുന്നത്. അയർലൻഡിലെ അവസാനത്തെ ഹൈ കിങ് ആയിരുന്ന ബ്രയാൻ ബറോയുടെ പിൻഗാമിയായ കോർണേലിയസ് ഒബ്രയോൺ 1835 ഒരു നിരീക്ഷണ കേന്ദ്രമായി നിർമ്മിച്ചതാണ് ഈ ഗോപുരം. അക്കാലത്ത് ഈ മഹാത്ഭുതം കാണാൻ വരുന്നവരുടെ സൗകര്യാർത്ഥം നിർമ്മിച്ചതാണ് ഈ ടവർ. ഞങ്ങൾ ചെല്ലുമ്പോൾ അത് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ ടവറിന് മുകളിൽ നിന്നും ക്ലിഫ്സിന്റെ അതിമനോഹരമായ ദൃശ്യം സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. ക്ലിഫ്സിന്റെ തെക്കേ അറ്റത്താണ് ഹാഗ് സെഡ് എന്ന പാറക്കൂട്ടം സ്ഥിതി ചെയ്യുന്നത്. ഹാഗ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദിനി. ദൂരെ നിന്നും നോക്കിയാൽ ഒരു സ്ത്രീ കടലിലേക്ക് നോക്കിയിരിക്കുന്ന രൂപമുള്ള ഒരു പാറക്കൂട്ടം. ഈ ഹാഗ് സെഡിനെ പറ്റി ചില കഥകളും പണ്ട് മുതൽക്കേ പ്രചാരത്തിലുണ്ട്. ഐറിഷ് നാടോടി കഥകൾ അനുസരിച്ച് കെൽറ്റിക് പുരാണത്തിലെ യോദ്ധാവായിരുന്ന കൂക്കുലൈനെ പിന്തുടരുന്ന ഒരു മന്ത്രവാദിനിയുടെ കഥയാണ് ഇതിൽ പ്രധാനം. കൂക്കുലൈൻ തന്റെ യാത്രക്കിടയിൽ ഒരു ദിവസം മാൽ എന്ന ഒരു മന്ത്രവാദിനിയെ കണ്ടുമുട്ടി. മന്ത്രവാദിനിക്ക് പ്രഥമ ദൃഷ്ട്യാ കൂക്കുലൈനോട് പ്രണയമായി. പക്ഷെ കൂക്കുലൈൻ ആ പ്രണയം നിരസിച്ചു. അവളുടെ ശക്തമായ മാന്ത്രിക വിദ്യയെ ഭയന്ന് അവൻ അവളിൽ നിന്നും ഒളിച്ചു നടന്നു തുടങ്ങി. എന്നിരുന്നാലും അവൾ അവനെ അയർലൻഡിലുടനീളം നിരന്തരമായി പിന്തുടരുകയും ചെയ്തു. അവസാനം അവർ ക്ലിഫ്സ് ഓഫ് മൊഹറിൽ എത്തി. ഇനി രക്ഷപ്പെടാൻ ഒരേ മാർഗം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ കൂക്കുലൈൻ നേരെ കടലിലേക്ക് എടുത്തു ചാടി. മന്ത്രവാദിനിയായ മാൽ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കൂക്കുലൈൻ തിരിച്ച് ക്ലിഫ്സിലേക്ക് തന്നെ ചാടി. മാൽ വീണ്ടും അവനെ പിന്തുടരാൻ ശ്രമിച്ചു. പക്ഷേ ഭാഗ്യമുണ്ടായില്ല. പിന്നോട്ട് ചാടാൻ ശ്രമിക്കുമ്പോൾ അവൾ പാറക്കെട്ടുകളിൽ നിന്ന് വീണ് താഴെയുള്ള പാറകളിൽ ഇടിച്ച് വെള്ളത്തിലേക്ക് വീണ് മരിച്ചു. അവളുടെ രക്തം കൊണ്ട് മലിനമാക്കപ്പെട്ട ഉൾക്കടൽ ഇന്ന് അവളുടെ പേരിലാണ് അറിയപ്പെടുന്നത്, മിൽ ടൗൺ മാൽബേ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവളുടെ തല കരയിലേക്ക് ഒഴുകി ഇപ്പോൾ ഹാഗ്സെഡ് എന്നറിയപ്പെടുന്ന പാറകളായി രൂപാന്തരപ്പെട്ടു. ഇന്നും ആ പ്രദേശത്ത് അവരുടെ വേദനയോടെയുള്ള കരച്ചിൽ കേൾക്കാനാകുമെന്ന് ചിലർ അവകാശപ്പെടുന്നു. ഹാഗ്സെഡിന്റെ അടുത്ത് തന്നെ മൊഹർ ടവർ ഉണ്ട്. തകർന്നു കിടക്കുന്ന ഒരു ടവർ ആണെങ്കിലും അപ്രതീക്ഷിതമായി ശക്തമായ കാറ്റിൽ അകപ്പെടുന്ന സന്ദർശകർക്ക് ഇപ്പോഴും അഭയകേന്ദ്രമായി അത് നിലനിൽക്കുന്നു. ഈ ക്ലിഫ്സ് കടൽ യാത്ര ചെയ്യുന്ന പക്ഷികളുടെ പ്രധാന പ്രജനന കേന്ദ്രം കൂടിയാണ്. മാത്രമല്ല അയർലൻഡിലെ ഏറ്റവും മികച്ച പക്ഷി നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നുമാണിത്. പാറക്കെട്ടുകളിൽ 29 പരം പക്ഷികളുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കാർബോണിഫറസ് കാലഘട്ടത്തിലാണ് മൊഹർ പാറക്കെട്ടുകൾ രൂപപ്പെട്ടതെന്നാണ് കൗതുകകരമായ യാഥാർത്ഥ്യം. അക്കാലത്ത് ഇത് സ്ഥിതി ചെയ്തിരുന്നത് ഭൂമധ്യരേഖയുടെ അടുത്തായിരുന്നു. അതായത് ഇപ്പോൾ കാണുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 6000 കിലോമീറ്റർ അകലെ. 365 ദിവസവും ക്ലിഫ്സ് അവിടെ ഉണ്ടെങ്കിലും കാണാൻ കിട്ടുന്നത് ഭാഗ്യം പോലെയിരിക്കും. സമ്മർ സീസണിൽ പോകുന്നതാണ് ഉത്തമം. അയർലൻഡ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കാറ്റും മഴയും മഞ്ഞും ഒക്കെ വരാവുന്നതുകൊണ്ട് വെതർ ശ്രദ്ധിക്കണം അമ്പാനെ. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നല്ല സമയമാണ്.
ക്ലിഫ്സ് ഒക്കെ കണ്ട് മടങ്ങി വരുമ്പോൾ താഴെ പാറ തുരന്നുണ്ടാക്കിയ ഒരു വലിയ മ്യൂസിയവും അതിനോട് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റും കൂടെ കാണാം. ക്ലിഫ്സ് ഓഫ് മോഹർ പൊതുജനങ്ങൾക്ക് പ്രവേശന നിരക്കൊന്നുമില്ലാതെ സന്ദർശിക്കാവുന്നതാണ്. അവിടെയുള്ള പാർക്കിംഗ് സ്ഥലത്തിന് മാത്രം ഫീസ് കൊടുത്താൽ മതി. അടുത്ത വീഡിയോ വരുന്നവരെ ക്ലിഫ്സിൽ നിന്ന് വിടാം.